നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. സംസ്ഥാനത്തെ ലഹരിവിരുദ്ധ പോരാട്ടത്തിന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിക്കുന്നു. സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അക്രമങ്ങളും വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ വിയോജിപ്പ് മറന്ന് ഒന്നിച്ച് പ്രതിരോധം തീർക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാകുന്നത്. സാമൂഹ്യ വിപത്തിനെതിരെ ഒന്നിക്കാനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ചർച്ചയാകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിൻ്റെ നടപടികളിലെ വീഴ്ചയും വിയോജിപ്പും ചർച്ചയിൽ പ്രകടിപ്പിച്ചെങ്കിലും ലഹരിക്കെതിരെ കർമ്മപദ്ധതി തയ്യാറാക്കാൻ സർക്കാർ ഇറങ്ങിയാൽ ഒപ്പം നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഉറപ്പു നൽകി. വാർത്തകൾ വിശദമായി. സമീപകാല സംഭവങ്ങൾ അതീവ ഗൗരവതരമാണെന്നും പല മുഖങ്ങളും പല തലങ്ങളും ഉള്ള വിഷയമാണെന്നും ഒരു ചർച്ച കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെക്കുറിച്ച് സഭ നിർത്തിവെച്ച ചർച്ച ചെയ്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. അതീവ ഗൗരവമുള്ള വിഷയമാണിതെന്നും ഒരു ഭാഗം നിയമ നടപടിയാണെന്നും അത് കർശനമായി എടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്രമസമാധാന പ്രശ്നം മാത്രം അല്ലെന്നും രാഷ്ട്രീയമായി ചുരുക്കി കാണേണ്ടതല്ലെന്നും കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രോത്മത കാണേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ വളർന്നുവരുന്ന ലഹരി ഉപയോഗത്തിൻ്റെയും ആക്രമണ പരമ്പരകളെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ പ്രമേയം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വിളിയിൽ പ്രകോപിതനായ പിണറായിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസ്ഥാന സർക്കാരിൻ്റെ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു, സെലക്ട് കമ്മിറ്റിക്ക് വേണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല. ഇത്ര മോശമായി തയ്യാറാക്കിയ ബിൽ നിയമസഭയിൽ ഇതിനു മുമ്പ് അവതരിപ്പിച്ചില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രാജ്യത്തെ ഏറ്റവും മികച്ച പബ്ലിക് സർവീസ് കമ്മീഷനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2.75 ലക്ഷം നിയമനങ്ങൾ 8 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് PSC വഴി നടന്നു. ഇത് രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധ ആകർഷിച്ചതാണ്. നിയമനങ്ങൾ വെട്ടിക്കുറയ്ക്കണമെന്നും മുറവിളി ഉണ്ടാകുന്ന കാലത്താണ് കേരള PSCയുടെ മികച്ച പ്രവർത്തനമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBIക്ക് കേസ് കൈമാറത്തിൻ്റെ കാരണങ്ങൾ നിരത്തി കോടതി. സുതാര്യമായ അന്വേഷണം നടക്കില്ലെന്ന ആശങ്ക മാത്രം കണക്കിലെടുത്ത് കേസ് CBI കൈമാറാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. പരാതിക്കാരിയുടെ ആശങ്കയ്ക്ക് കഴമ്പുണ്ടാകണമെന്നും സംസ്ഥാന പോലീസ് അന്വേഷണം വഴിതെറ്റിയുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാനായില്ലെന്നും ഹർജിക്കാരിക്ക് ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരെപ്പറ്റി പരാതിയില്ലെന്നും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ADMൻ്റെ ഭാര്യ നൽകിയ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ ബലികേടാക്കി സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കേസ് തുടങ്ങിയവയിൽ നിന്ന് രക്ഷപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒഴുക്കുന്നത് മുതലക്കണ്ണീരാണെന്ന് KPC പ്രസിഡന്റ് K. സുധാകരൻ MP. വിഴിഞ്ഞം തുറമുഖത്തിന് ചരിത്ര നേട്ടം. ഇന്ത്യയിലെ തെക്ക് കിഴക്കൻ തുറമുഖങ്ങൾ ചരക്ക് നീക്കത്തിൽ ഫെബ്രുവരി മാസം 1ാം സ്ഥാനമെന്ന നേട്ടമാണ് വിഴിഞ്ഞം സ്വന്തമാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. സാക്ഷികൾ കൂറുമാറാതിരിക്കാനാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായി സാക്ഷികൾ പറയുന്നു. ആരും കൂറുമാറില്ലെന്നും കേസിനൊപ്പം നിൽക്കുമെന്നും കോടതിയിലെത്തിയ സാക്ഷികളും വ്യക്തമാക്കി. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള 3ാം ഘട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 70 കുടുംബാംഗങ്ങളാണ് ഗുണഭോക്താക്കളുടെ 3ാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പുനരധിവാസത്തിനുള്ള അവസാന കരട് പട്ടികയിലാണ് ഇന്ന് പുറത്തുവിട്ടത്. പട്ടികയിൽ ആക്ഷേപവും പരാതികളും ഉണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ അറിയിക്കാം. സംസ്ഥാനത്ത് CPIന് അംഗബലം കൂടിയെന്ന് MP ഗോവിന്ദൻ കൊല്ലത്ത് നടക്കുന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പാർട്ടിക്കും സർക്കാരിനുമെതിരെ പ്രതിപക്ഷത്തിൻ്റെ ശക്തി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളാണെന്നും ലഹരിക്കെതിരാണ് പാർട്ടി നിലപാടെന്നും മദ്യപിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. വഞ്ചിയൂരിൽ അടക്കം റോഡ് തടഞ്ഞ് പാർട്ടി സമ്മേളനം നടത്തിയവർക്കെതിരെ എന്തൊക്കെ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തതെന്ന് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. കേസ് നടപടിയുടെ പുരോഗതി ഒരാഴ്ചയ്ക്ക് അറിയിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. കൊല്ലം ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് ക്രമക്കേട് കേസിൽ ED അന്വേഷണം റദ്ദാക്കി സുപ്രീംകോടതി. ബാങ്ക് മുൻ സെക്രട്ടറി R. മാധവൻ പിള്ളയുടെ അപ്പീലിലാണ് സുപ്രീംകോടതി ഉത്തരവ്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമായിരുന്നു ക്രമക്കേടിൽ ED കേസെടുത്തത്. എന്നാൽ ഹൈക്കോടതിക്ക് EDയോട് കേസെടുക്കാൻ നിർദ്ദേശിക്കാൻ കാരണമില്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് അഭയ S. ഓക്ക അധ്യക്ഷനായ ബെഞ്ചിൻ്റെ ഉത്തരവ്. മുൻ IPS ഉദ്യോഗസ്ഥൻ ജേക്കബ് തോമസിനെതിരായ ട്രജർ അഴിമതി കേസ് അന്വേഷണത്തോട് നെതർലൻഡ് സഹകരിക്കുമെന്ന് അറിയിച്ചതായി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ. കേസിലെ പ്രതിയായ IHCB വിവർ കമ്പനിക്കെതിരെയാണ് നെതർലൻഡിനോട് വിവരം തേടിയത്. കേസുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കാൻ നെതർലൻഡ് സർക്കാർ സഹകരിക്കുമെന്ന് അറിയിച്ചതായും സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന് മാനസിക പ്രശ്നങ്ങളെന്ന് മെഡിക്കൽ ബോർഡ് പൂർണ്ണബോധത്തോട് തന്നെയാണ് പ്രതി കുറ്റകൃത്യം ചെയ്തിരിക്കുന്നതെന്നും ശാരീരിക പ്രശ്നങ്ങൾ മാറിയാൽ 2 ദിവസത്തിനകം ആശുപത്രി വിടാമെന്നും മെഡിക്കൽ ബോർഡ് അറിയിച്ചു. വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാകും പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക.
പെരുമണ്ണ ടൗണിലെ ജെൻസ് റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് രാസലഹരിയായ MDMA പിടികൂടി. സവാദ് എന്നയാളുടെ കടയിൽ നിന്നാണ് രാസലഹരി പിടികൂടിയത്. പോലീസ് സവാദിനെ കസ്റ്റഡിയിലെടുത്തു. ബംഗളൂരിൽ നിന്നാണ് ഇയാൾ രാസലഹരി എത്തിക്കുന്നതാണ് വിവരങ്ങൾ. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. തിരുവനന്തപുരം പരുത്തിപ്പള്ളി വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന എബ്രഹാം ബെൻസൺ സ്കൂൾ ആത്മഹത്യ സംഭവത്തിൽ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റ് വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ സ്കൂളിലെ ക്ലർക്ക് അപമര്യാദ പെരുമാറിയതിനെ തുടർന്നാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്നാണ് പരാതി. കുട്ടിയുടെ പിതാവിൻ്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ഉത്തരവ്. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മകളും ട്രെയിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശം നൽകി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാറോലിക്കൽ സ്വദേശി ഷൈനിയും മക്കളായ അലീനയും ഇവാനെയും ട്രെയിന് മുന്നിൽ ചാടി മരിച്ചത്. ലഹരിമരുന്നിന് അടിമയായ ജ്യേഷ്ഠൻ വാളുപയോഗിച്ച് അനുജന്റെ തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കോഴിക്കോട് താമരശ്ശേരി ചമലിലാണ് സംഭവം. ചമൽ സ്വദേശി അഭിനന്ദനാണ് വെട്ട് ഏറ്റത്. ലഹരിക്കടിമയായ സഹോദരൻ അർജുനാണ് വെട്ടിയത്. ഇന്നലെ വൈകിട്ട് 5:15 സംഭവം. ലഹരിക്കടിമയായ അർജുനെ വിമുക്തി കേന്ദ്രത്തിൽ അയച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ആക്രമിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മയക്കുമരുന്നിനെതിരെ സംസ്ഥാന ഭാഗമായി നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി 2854 പേരെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ. 1.312 കിലോഗ്രാം MDMAയും മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 2762 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 1 വരെയുള്ള ഡി ഹണ്ടിന്റെ കണക്കാണിത്. കൊച്ചിയിൽ ഡാർക്ക് വെബ് ഉപയോഗിച്ച രാസലഹരി എത്തിച്ച യുവാവ് പിടിയിൽ. കോഴിക്കോട് കുതിരോട്ടം സ്വദേശി മിർസാബാണ് പിടിയിലായത്. 20 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചായിരുന്നു ഇടപാടുകൾ. ജർമ്മനിയിൽ നിന്നാണ് രാസലഹരി എത്തിച്ചത്. പ്രതിയുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. കാട്ടാനയെ കണ്ട് ഭയന്നോടിയ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. കോതമംഗലം കൂവക്കണ്ടം സ്വദേശി കുഞ്ഞപ്പനാണ് മരിച്ചത്. വീടിന് മുന്നിലെത്തിയ ആനയെ ഓടിക്കാൻ ശ്രമിച്ചാൽ ആന കുഞ്ഞപ്പന് നേർക്ക് തിരിയുകയായിരുന്നു. ഭയന്ന് വീട്ടിലേക്ക് ഓടിക്കയറുന്നതിന് പിന്നാലെയാണ് കുഞ്ഞപ്പൻ കുഴഞ്ഞു വീണത്. കാസർഗോഡ് ഉളപ്പയിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചിട്ട അപകടത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. ബേക്കൂർ സ്വദേശി കൃഷ്ണകുമാർ, ബായിക്കട്ട സ്വദേശി വരുൺ, മംഗലാപുരം സ്വദേശി കിഷൻ എന്നിവരാണ് മരിച്ചത്. ഇവർ മംഗലാപുരത്തേക്ക് പോകുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരങ്ങൾ. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടർന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. യൂട്യൂബ് ചാനലടക്കം സോഷ്യൽ മീഡിയ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി. മൗലികാവകാശങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഫലപ്രദമായ നടപടി ഉണ്ടാകണം. രൺബീർ അലബാദിയ കേസിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. മാന്യതയുടെയും ധാർമ്മികതയുടെയും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് രൺബീർ അലബാദിയയ്ക്ക് തൻ്റെ പോഡ്കാസ്റ്റ് തുടരാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ദേശീയ പട്ടിക ജാതി കമ്മീഷൻ, പിന്നോക്കക്ഷേമ കമ്മീഷൻ എന്നിവരെ ഒഴിവുകൾ നികത്തുന്ന ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.